അസ്സലാമു അലൈക്കും. സെയ് ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റോസ്റ്റുമായിട്ടാണ്. ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പച്ചമണക്കൊന്ന് മാറുന്നത് വരേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില എത്ര വേണം ഇട്ടോളൂ കേട്ടോ. നന്നായിട്ട് കറിവേപ്പിലയും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കളറൊക്കെ ഒന്ന് മാറി വരണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് വാടുകയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവാളേൻ്റെയും എല്ലാത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയോ ഇതിനകത്ത് മല്ലിപ്പൊടി വളരെ കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ, അത്ര മാത്രമേ ഇടാൻ പാടുള്ളൂ. ആവശ്യത്തിനുള്ള ഗരം മസാലയും 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എരിവുള്ള മുളകാണ് ഇടുന്നതെങ്കിൽ 1 സ്പൂണും പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോകും. ഇതെല്ലാം കൂടി നമ്മളെ പച്ചമണം മാറുന്നതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിൽ നോക്കി കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കണ്ട, ഒരു ചെറിയ ചൂടുവെള്ളം അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. നന്നായിട്ട് വെന്ത് വരുന്നു. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ച് കുരുമുളകും ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി എല്ലാം നല്ല മിക്സ് ആയി. ഇപ്പോൾ ചിക്കനൊക്കെ എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല, നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കണേ. ഇപ്പോൾ ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം. ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്, നമുക്കെല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.